സ്വാതി, ഇത്തരത്തിൽ നിരവധി വ്യാജ വാർത്തകൾ, നിരവധി വ്യാജ വീഡിയോകൾ നമ്മൾ ഇതിനോടകം തന്നെ കണ്ടു. ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് ഏതൊക്കെ രീതിയിൽ പ്രകോപനം സൃഷ്ടിച്ച് ഇന്ത്യയെ കൊണ്ടുചെന്ന് എത്തിക്കാമെന്ന വളരെ വലിയ റിസർച്ച് പാകിസ്ഥാനിൽ നടത്തുന്നുണ്ട്. പാകിസ്ഥാൻ മാധ്യമങ്ങളും ഇതിന് കൂട്ടുനിൽക്കുന്നു. വലിയ രീതിയിലുള്ള വ്യാജ വാർത്തകൾ, വ്യാജ വീഡിയോ പ്രചാരണങ്ങളൊക്കെ നടക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഗുജറാത്തിലെ ഹാസിറ തുറമുഖത്ത് വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നു. അതിൻ്റെ വീഡിയോ പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നു. അതിൽ തെറ്റുണ്ട്, അത് വ്യാജ വീഡിയോ ആണ് എന്ന ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ പറയുന്നു. എന്താണ് ഇതിലെ വസ്തുത? തീർച്ചയായും അത്തരത്തിലുള്ള വ്യാജ വീഡിയോകൾ ഇപ്പോൾ പാകിസ്ഥാന്റെ സോഴ്സുകളിൽ നിന്ന് സ്ഥിരമായി ഈ ട്വിറ്റർ ഹാൻഡിലടക്കം വരുന്നുണ്ട്. എന്നാൽ അതിനെയൊക്കെയും പൂർണ്ണമായും നിരസിച്ചുകൊണ്ടുള്ള സമീപനം തന്നെ ഇന്ത്യയുടെ അപ്പോഴപ്പോഴുള്ള അപ്ഡേറ്റ്സുകൾ അടക്കം നൽകുന്നുണ്ട്. ഇപ്പോൾ ഗുജറാത്തിലെ ഹാസിറ തുറമുഖത്ത് ആക്രമണം നടത്തിയെന്നുള്ള അവകാശവാദമാണ് പാകിസ്ഥാൻ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത്തരത്തിൽ ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോയിൽ ഒരു തരത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു സത്യസന്ധമായ ഒരു വസ്തുതയും അതിലില്ല. മറിച്ച് ഇത് എണ്ണ ടാങ്കർ സ്ഫോടനം ചിത്രീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏകദേശം 2021 ജൂലൈ 7 ചിത്രീകരിച്ച ഒരു വീഡിയോ മാത്രമാണ്. അതാണ് ഇപ്പോൾ വലിയ തരത്തിൽ പ്രചാരണത്തിനായി പാകിസ്ഥാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിലെ ഹാസിറ തുറമുഖത്ത് പാകിസ്ഥാൻ ആക്രമണം നടത്തി എന്നുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വീഡിയോ പ്രചരിക്കുന്നത്. അത്തരത്തിലൊരു ആക്രമണമേ ഉണ്ടായിട്ടില്ല എന്ന് ഇപ്പോൾ ഇന്ത്യ സ്ഥിരീകരിക്കുന്നുണ്ട്. അത് 2021 വീഡിയോയാണ് എന്നുള്ള കൃത്യമായ വസ്തുതയടക്കം പങ്കുവച്ചുകൊണ്ടാണ് ഇപ്പോൾ PIB പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ ഒരു ആക്രമണങ്ങളുടെയൊക്കെയും പശ്ചാത്തലത്തിൽ, അതായത് ഞങ്ങളാണ് കൂടുതൽ ആക്രമണം നടത്തുന്നതെന്ന് പറയുന്നതിൽ എന്തൊക്കെയോ വലിയ ഊറ്റം കൊള്ളുന്ന തരത്തിലേക്കുള്ള സമീപനമാണ് പാകിസ്ഥാൻ നടത്തുന്നത്. ഞങ്ങൾ ആക്രമണം നടത്തി, ഇന്ത്യക്ക് മേൽ ഇത്രത്തോളം തുറമുഖങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി എന്നുള്ള കാര്യം പറയുമ്പോൾ വല്ലാതെ അവർ അഭിമാനിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്ന തരത്തിലേക്ക് ഇങ്ങനെ വീഡിയോകൾ നിരന്തരമായി പ്രചരിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പാകിസ്ഥാന്റെ വൃത്തങ്ങൾ ആണ്, പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വാർത്താ ഏജൻസികളാണ് ഇത്തരം വാർത്തകളും വീഡിയോകളും ഒക്കെയും ഇറക്കുന്നത്. എന്നാൽ അതിനെയൊക്കെയും പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള അതിൻ്റെ കൃത്യതയാർന്നിട്ടുള്ള വസ്തുത എന്താണെന്ന് PIB ഇങ്ങനെ പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഗുജറാത്തുമായി ബന്ധപ്പെട്ട ഈ തുറമുഖവുമായി, ഹാസിറ തുറമുഖവുമായി ബന്ധപ്പെട്ട അവിടേക്ക് ആക്രമണം നടത്തിയെന്നുള്ള വീഡിയോയും ഇപ്പോൾ പൊളിച്ചടുക്കിക്കൊണ്ട് അതിൻ്റെ വസ്തുത PIB പുറത്തുവിട്ടിട്ടുള്ളത് എന്നാണ് ഇതിൽ മനസ്സിലാകുന്നത്. എന്തായാലും ആക്രമണങ്ങൾ നിരന്തരമായി വിവിധയിടങ്ങളിൽ ഉണ്ടാകുമ്പോൾ പാകിസ്ഥാൻ ഉണ്ടാകുന്ന കനത്ത തിരിച്ചടികൾ മറച്ചു വയ്ക്കാനുള്ള ഒരു, അല്ലെങ്കിൽ ഇന്ത്യക്ക് മേൽ കടുത്ത പ്രഹരം ഞങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന തരത്തിലേക്കുള്ള വാർത്തകളാണ് ഇപ്പോൾ പാകിസ്ഥാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഉള്ള വാർത്തകളൊക്കെയും പൂർണ്ണമായും തള്ളിക്കളയുന്നതിൻ്റെ ഭാഗമായി തന്നെ നിരവധിയായിട്ടുള്ള വാർത്താ സംവിധാനങ്ങൾ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലടക്കം റദ്ദാക്കുന്ന ഒരു സമീപനം ഇന്ത്യ സ്വീകരിച്ചിരുന്നു. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള വാർത്താ ഏജൻസികൾക്ക്, യൂട്യൂബ് ചാനലുകൾക്ക് പൂർണ്ണമായും നിരോധനം ഇന്ത്യ ഏർപ്പെടുത്തിയിരുന്നു. അത്തരത്തിലൊക്കെയും വലിയ എല്ലാ കാര്യങ്ങളിലും കൃത്യമായൊരു വസ്തുതാപരമായ നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് നടക്കുന്നു. ഇപ്പോൾ സൈനിക നടപടി സംബന്ധിച്ചാണെങ്കിലും പ്രകോപനമുണ്ടാകുമ്പോൾ ആ പ്രകോപനത്തിന് കടുത്ത തിരിച്ചടി പാകിസ്ഥാന് ഇന്ത്യ നൽകേണ്ടി വരുന്നുണ്ട്. അതൊരു പ്രതിരോധം തീർക്കലാണ്, മറിച്ച് ഒരു സംഘർഷത്തിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നൊരു പ്രകോപനമോ ഇനി ഉണ്ടാകില്ല എന്നുള്ളത് കൃത്യമായും ഇന്ത്യ പല ഘട്ടങ്ങളിലും വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ, ഏകദേശം 50ഓളം പാകിസ്ഥാൻ മിസൈലുകളും ഡ്രോണുകളും ഇന്ത്യ നശിപ്പിച്ചിട്ടുണ്ട്, ഇന്ത്യ അത് തകർത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വിവിധയിടങ്ങളിൽ കനത്ത ജാഗ്രത കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു. അമൃത്സറിലടക്കം ആളുകളോട്, പഞ്ചാബിലൊക്കെയും എല്ലാവരോടും വീടിനുള്ളിൽ തന്നെ ഇരിക്കണം, പുറത്തേക്ക് ഇറങ്ങണ്ട എന്ന് കൃത്യമായി ജില്ലാ ഭരണകൂടം, സംസ്ഥാന ഭരണകൂടവും ഒക്കെയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിരവധി ഇടങ്ങളിൽ പുരോഗമിക്കുന്നത്. പഞ്ചാബിലും ജമ്മുവിലുമൊക്കെ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോവുകയാണ് സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ല. കഴിഞ്ഞ ദിവസം ഈ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഡ്രോൺ ആക്രമണങ്ങൾക്ക് പിന്നാലെ വൈദ്യുതി അടക്കം വിച്ഛേദിച്ചുകൊണ്ടുള്ള നീക്കങ്ങളും നടപടികളും സൈന്യം സ്വീകരിച്ചിരുന്നു. എന്നാൽ അതിലൊന്നും നിങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ല. നിങ്ങളെ സംരക്ഷിക്കേണ്ടത് സൈന്യത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഞങ്ങളെല്ലാവരും ഇവിടെ പുറത്ത് ഡ്യൂട്ടിയിലുണ്ട്, ആരും പേടിക്കേണ്ട എന്ന തരത്തിൽ ജനങ്ങൾക്ക് പൂർണ്ണമായും ഒരു സംരക്ഷണം നൽകിക്കൊണ്ട് അവരെ പരിഭ്രാന്തരാക്കാതെയുള്ള നീക്കങ്ങൾ തന്നെയാണ് സൈന്യം ഇതുവരെയും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ഓരോ സമയത്തും.
പൂഞ്ചടക്കമുള്ള ഇടങ്ങളിൽ നിരന്തരമായി ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും നിരന്തരമായുള്ള പ്രകോപനങ്ങൾ ഉണ്ടാകുകയും ആ പ്രകോപനങ്ങളെ ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഒക്കെയായി സംഘർഷഭരിതമായി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യയിലെ ഈ ആക്രമണങ്ങളുടെയൊക്കെയും പശ്ചാത്തലത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ രാജ്യതലസ്ഥാനത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ദില്ലി ഗേറ്റിൽ ഇന്ത്യ ഗേറ്റിലടക്കം കടുത്ത നടപടികൾ അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അവിടെയൊക്കെയും ഇവാക്യുവേഷൻ നടപടി ഉൾപ്പെടെ നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ നമുക്ക് ലഭ്യമായിരുന്നു. അത്തരത്തിൽ എല്ലായിടങ്ങളിലും രാജ്യതലസ്ഥാനത്തും ഇതിന്റെ ഭാഗമായി കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ പരിഭ്രാന്തരാകേണ്ട ഒരവസ്ഥയും ഒരു സാഹചര്യവും ഇപ്പോൾ ദില്ലിയിലടക്കം ഇല്ല. അത്തരത്തിൽ ഈ ദില്ലിയിലടക്കമുള്ള വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ താമസിക്കുന്നത് വിദ്യാർത്ഥികളുടെ കൂടെയാണല്ലോ. അപ്പോൾ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ ആശങ്കപ്പെട്ടുകൊണ്ട് രാത്രി ഘട്ടങ്ങളിലൊക്കെ വിവിധ മാധ്യമങ്ങളിലൊക്കെ നൽകുന്ന വാർത്തയിൽ വളരെ പരിഭ്രാന്തരാകുന്നുണ്ട് ഈ രക്ഷിതാക്കൾ. അതുകൊണ്ട് തന്നെ ആ രക്ഷിതാക്കളോടുകൂടി ഈ ഘട്ടത്തിൽ പറയുകയാണ്, അത്തരത്തിൽ ദില്ലിയിൽ അത്തരത്തിലുള്ള പരിഭ്രാന്തരാകേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല. അങ്ങനെയുള്ള മാധ്യമ വാർത്തകളൊന്നും തന്നെയും വിശ്വസിക്കേണ്ടതില്ല. വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശത്തോടു കൂടിയാണ് ഈ ദില്ലി അടക്കമുള്ള സ്ഥലങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരെയൊക്കെയും സുരക്ഷിതമായ ഇടങ്ങളിൽ തന്നെ ആണ് ഇപ്പോൾ ഉള്ളത്. അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഇവിടെ താമസിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾക്കടക്കം ഇല്ല എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ പറയുകയാണ്. അവരുടെയൊക്കെയും ആശങ്കയൊക്കെയും പരിഗണിക്കേണ്ടത് കൂടി മാധ്യമപ്രവർത്തകരുടെ ജോലിയാണല്ലോ എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് പറയുന്നത്.